കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് 5 മാർക്ക് എക്സാമിന് സെറ്റ് ആക്കി തരുന്ന അടിപൊളി ചോദ്യങ്ങളും കൊണ്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. റൈറ്റ് അറീനിയസ് ഇക്വേഷൻ. അപ്പൊ അറീനിയസ് ഇക്വേഷൻ നമുക്ക് അറിയാലേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് അറീനിയസ് ഇക്വേഷൻ. അപ്പൊ അതെന്താണ് ഇക്വേഷൻ എന്ന് നമ്മളോട് ആദ്യത്തെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എന്താണ് അറീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് K ഈസ് ഈക്വൽ ടു AE റൈസ് ടു മൈനസ് EA ബൈ RT. ഇതാണ് അറീനിയസ് ഇക്വേഷൻ. ഇനി ചില കേസിൽ ഇതിലെ ടേംസ് ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിക്കും. അപ്പൊ ഇതിലെ ടേംസ് ഏതൊക്കെയാ? K എന്ന് പറഞ്ഞാൽ നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ് ആണ് അല്ലെ, അത് നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് A എന്ന് പറഞ്ഞാൽ അറീനിയസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ, അറീനിയസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. ആൻഡ് E എന്താ? E ഈസ് ആക്ടിവേഷൻ എനർജി ആണ്. ആൻഡ് R ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ് അല്ലെ, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഇതിലെ ടേംസും കൂടെ നിങ്ങൾ എഴുതുക, ജസ്റ്റ് ഇക്വേഷൻ മാത്രം എഴുതി വെക്കില്ല, അതിലെ ടേംസ് ഒക്കെ ഓരോന്നും എന്താണെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു ഒബ്ടൈൻ ദ വാല്യൂ ഓഫ് ആക്ടിവേഷൻ എനർജി ഫ്രം എ ഗ്രാഫിക്കൽ പ്ലോട്ട് യൂസിങ് അറീനിയസ് ഇക്വേഷൻ? അറീനിയസ് ഇക്വേഷന്റെ ഒരു ഗ്രാഫിക്കൽ പ്ലോട്ട് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ആക്ടിവേഷൻ എനർജിയിലേക്ക് എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യം എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളെ. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇക്വേഷൻ എഴുതുക. ദാറ്റ് ഈസ് K ഈസ് ഈക്വൽ ടു AE റൈസ് ടു മൈനസ് EA ബൈ RT ആണ്. ഇനി എന്ത് ചെയ്യുക? ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ നാച്ചുറൽ ലോഗ് എടുക്കുക കേട്ടോ. അപ്പൊ ദാ നാച്ചുറൽ ലോഗ് മിസ് എടുത്തു. ln K ഈസ് ഈക്വൽ ടു ln AE റൈസ് ടു മൈനസ് EA ബൈ RT ആണല്ലോ. യെസ്. ഇനി ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ln K ഈസ് ഈക്വൽ ടു ln A ഇൻറ്റു ബി, ln A ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ln A പ്ലസ് ln B ആണ്. ln A പ്ലസ് ln B ആണ്. അപ്പൊ ln A പ്ലസ് ln E റൈസ് ടു മൈനസ് EA ബൈ RT എന്ന് എഴുതാം അല്ലേ. സോ ഇവിടെ നമുക്ക് ഏത് ഫോമിലാണ് ln ഉള്ളത്? ln E റൈസ് ടു x എന്നുള്ള രീതിയിലാണ് അല്ലെ. ln E റൈസ് ടു x എന്ന് പറഞ്ഞാൽ അത് വെറും x ആണ്. ln E റൈസ് ടു x എന്ന് പറഞ്ഞാൽ x ആണ്. എന്താണോ പവർ അതാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ ln K ഇസ് ഈക്വൽ ടു ln A പവർ എന്താ? മൈനസ് EA ബൈ RT അല്ലെ. അപ്പൊ മൈനസ് EA ബൈ RT എന്ന് വരും. ക്ലിയർ ആണോ? യെസ്. ഇനി ഇതിനൊന്നുകൂടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ln K ഇസ് ഈക്വൽ ടു മൈനസ് EA ബൈ RT പ്ലസ് ln A എന്ന് ചേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ മക്കൾ ഇത് ഏത് ഇക്വേഷന്റെ രൂപത്തിലാണ് കിടക്കുന്നത്? ഇത് നമ്മുടെ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷന്റെ രൂപത്തിലല്ലേ കിടക്കുന്നത്. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള നമ്മുടെ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷന്റെ രൂപത്തിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഗ്രാഫ് വരച്ചൂടെ? യെസ്. നമ്മുടെ y ആക്സിസിൽ ആരെ കൊടുക്കുക? ln K കൊടുക്കുക. ആൻഡ് x ആക്സിസിൽ ആരെ കൊടുക്കടാ? x ആക്സിസിൽ 1/t കൊടുക്കുക. എന്ത് കൊടുക്കുക? 1/t കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പാണ് m. അതാരായിരിക്കും? എക്സിന്റെ കൂടെ ഉള്ളത് ആരാ? മൈനസ് EA ബൈ R. അപ്പൊ മൈനസ് EA ബൈ R ആയിരിക്കും സ്ലോപ്പ്. ആൻഡ് y ഇന്റർസെപ്റ്റ് ആരായിരിക്കും? ln A അല്ലെ. y ഇന്റർസെപ്റ്റ് ln A ആയിരിക്കും. അപ്പൊ നമുക്കൊന്ന് ഗ്രാഫ് വരച്ചു നോക്കാം. സിമ്പിൾ ആയിട്ട് ഗ്രാഫ് വരയ്ക്കാം. നോക്കിക്കേ. യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? യെസ്, നമ്മുടെ y ആക്സിസിൽ ln K കൊടുത്തു അല്ലെ. y ആക്സിസിൽ ln K കൊടുത്തു. ആൻഡ് x ആക്സിസിൽ 1/t കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന സ്ലോപ്പ് നെഗറ്റീവ് സ്ലോപ്പാണ്. മൈനസ് EA ബൈ R ആണ്. നെഗറ്റീവ് സ്ലോപ്പാണ്. അപ്പൊ അത് കൊടുക്കുക. നെഗറ്റീവ് സ്ലോപ്പ്. ദിസ് ഈസ് മൈനസ് EA ബൈ R. സ്ലോപ്പ് എന്താണ്? മൈനസ് EA ബൈ R. മൈനസ് EA ബൈ R. ആൻഡ് y ഇന്റർസെപ്റ്റ് അത് നമ്മുടെ y ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് ln A അല്ലെ. അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ln A ആണ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ഗ്രാഫിക്കൽ പ്ലോട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ ആക്ടിവേഷൻ എനർജി കണ്ടെത്തും? ആക്ടിവേഷൻ എനർജി EA അത് എങ്ങനെ കണ്ടെത്തും? ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി അല്ലെ. സ്ലോപ്പ് മൈനസ് EA ബൈ R. അപ്പൊ EA എന്തായിരിക്കും? ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ മൈനസ് സ്ലോപ്പ് ഇൻറ്റു R അല്ലെ. മൈനസ് സ്ലോപ്പ് ഇൻറ്റു R ആയിരിക്കും. ആക്ടിവേഷൻ എനർജി മൈനസ് സ്ലോപ്പ് ഇൻറ്റു R ആയിരിക്കും. ഓക്കെ. സോ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. Write the integrated rate equation
equation for first order reaction and explain the terms in it. അപ്പോൾ 2 മാർക്കിന് വരുന്ന ചോദ്യമാണ്. ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ എഴുതിയാൽ 1 മാർക്ക് കിട്ടും, ടേംസും കൂടെ എഴുതി കഴിഞ്ഞാൽ 1 മാർക്കും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ? വെരി സിമ്പിൾ, ദാറ്റ് ഈസ് k is equal to 2.303. k is equal to 2.303 divided by t log r0 by rt. r0 by rt ആണ് അല്ലേ? സോ ഇതിൽ k നിങ്ങൾക്ക് അറിയായിരിക്കും, റേറ്റ് കോൺസ്റ്റന്റ് ആണ്, റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് t നമുക്കറിയാം ടൈം ആണ്, t is ടൈം ആണ്. ആൻഡ് r0 എന്ന് പറഞ്ഞാൽ എന്താണ്? തുടക്കത്തിലെ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് ഇനീഷ്യൽ reactant concentration. Initial reactant concentration. And RT എന്ന് പറഞ്ഞാൽ final reactant concentration ആണ്. Final reactant concentration. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ അതിന്റെ ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇനി നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്, ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ സീറോ ഓർഡർ കെമിക്കൽ റിയാക്ഷൻ. 1 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഇനി ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടെ നിങ്ങളൊന്ന് നോട്ടിഫൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരാം. താങ്ക് യു.